നമസ്കാരം. ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഉപസംവരണ അവകാശ സെക്രട്ടേറിയറ്റ് മാർച്ചുമായി സുപ്രീം കോടതിയുടെ ഉപസംവരണ വിധി നടപ്പിലാക്കുക, ജുഡീഷ്യൽ കമ്മീഷനെ ഉടൻ നിയമിക്കുക, ക്രിമിലിയർ വാദത്തെ തള്ളിക്കളയുക എന്നീ അവകാശവാദങ്ങളുമായി ഉപസംവരണ അവകാശ സമിതി സെക്രട്ടേറിയറ്റ് മാർച്ച്. മഴയത്തും സമരവീര്യം ഒട്ടും ചോരാതെ കൈക്കുഞ്ഞുങ്ങളുമായി ഉപസംവരണത്തിനു വേണ്ടി പോരടിക്കുന്ന ഉപസംവരണ അവകാശ സമിതിയുടെ സമരത്തിന് മുന്നിൽ മഴയും അപ്രസക്തമാകുന്നു. ഉപസംവരണ അവകാശ സമിതി, ദളിത് ഐക്യ സമിതി, വേടൻ ഗോത്ര മഹാസഭ, വേടൻ മലവേടൻ, DSS കേരള, അണ്ണ DHRM പാർട്ടി, ആദിവാസി സംരക്ഷണ സംഘം, അരുന്ധതിയാർ ചക്ലിയ സമുദായ സമിതി, CSDS കള്ളാടി സമുദായ സേവന സംഘം, സിദ്ധനർ സർവീസ് സൊസൈറ്റി, ആദിവാസി വനിതാ പ്രസ്ഥാനം, KAPU, VPWS കേരള, പട്ടികവർഗ ഊരാളി സമുദായ സംഘടന, ദളിത് ആദിവാസി സ്ത്രീ പൗരാവകാശ കൂട്ടായ്മ, SC/ST ഫെഡറേഷൻ തുടങ്ങിയവർ സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഉപസംവരണ അവകാശ സെക്രട്ടേറിയറ്റ് മാർച്ച്. ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കുക.
യോഗത്തിന്റെ അധ്യക്ഷനായി ഉപസംവരണാവകാശ സമിതിയുടെ ചെയർമാനും യുവതൈക്യ സമിതിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ശ്രീ കെ ടിൻസിനെ ക്ഷണിച്ചോളൂ. ഈ പോരാട്ടത്തിന്റെ ഒരാരംഭം കുറിച്ചുകൊണ്ടാണ് നമ്മൾ ഈ അനന്തപുരിയുടെ മണ്ണിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. കേരളത്തിൽ ഏറ്റവും പിന്നാമ്പുറങ്ങളിലേക്ക് വലിച്ചു മാറ്റപ്പെട്ട വകഞ്ഞു മാറ്റപ്പെട്ട മനുഷ്യരുടെ നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന്റെ ആദ്യപടി എന്ന നിലയിലാണ് നമ്മൾ ഈ പോരാട്ടം തുടരുകയാണ്. നീതി ലഭ്യമാകും വരെ നമ്മുടെ പോരാട്ടം നിശ്ചയമായും നമ്മുടെ ഈ കൂട്ടായ്മ കേരളത്തിലെ ദളിതർക്കിടയിലെ സാമുദായിക പ്രവർത്തനങ്ങൾക്കിടയിലെ വലിയ മാതൃകയായി വളരാൻ പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നമ്മൾ എന്തായാലും ഈ വലിയ കാലാവസ്ഥയുടെ പ്രതികൂല സാഹചര്യങ്ങളെല്ലാം മറികടന്നുകൊണ്ട് ആവേശകരമായ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ പ്രകടനങ്ങളിലൂടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ യോഗം ഇവിടെ ആരംഭിക്കുകയാണ്. യോഗത്തിൽ നിരവധിയായിട്ടുള്ള സമുദായത്തോട് സ്നേഹവും കൂറും കടപ്പാടുമുള്ള സംഘടനാ നേതൃത്വങ്ങളും ആ സംഘടനയുടെ സമരോജ്വലമായ പോരാട്ടങ്ങളെ നേതൃത്വം വഹിക്കുന്ന നിരവധി ആളുകളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്കെല്ലാം സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി വേടർ ഗോത്ര മഹാസഭയുടെ സമരാധ്യയായിട്ടുള്ള നേതാവ് SK അനീസിയെ സ്വാഗതം ആശംസിക്കുന്നതിനായി ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഈ പരിപാടിയിൽ വന്നെത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ സമുദായത്തിൻ്റെ നേതൃത്വങ്ങളെ, മാധ്യമ പ്രവർത്തകരെ, യൂട്യൂബ് മറ്റിതര ചാനലുകളെ, പൊതുസമൂഹം, എല്ലാവർക്കും എൻ്റെ സ്വാഗതം ഞാൻ പറഞ്ഞുകൊള്ളുന്നു. എനിക്ക് ആദ്യമായി പറയാനുള്ളത്, ഉപസംവരണം 1/8/2024 സുപ്രീം കോടതി വിധി ഉപസംവരണം സാമൂഹ്യ നീതിയാണ്. ഈ പട്ടികജാതിയിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന, ജാതീയമായി സാമൂഹികമായി പിന്നോക്ക അവസ്ഥയിലായി പോയ ഒരു വിഭാഗം ജനത ഇന്ത്യയിലുണ്ട് എന്നുള്ളത് സുപ്രീം കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ്, ഇന്ത്യയിൽ മൊത്തം സ്റ്റഡി നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് സുപ്രീം കോടതി ഇത്തരമൊരു വിധി നടപ്പിലാക്കിയത്. സ്വാതന്ത്ര്യം കിട്ടി സംവരണം 1950 ഭരണഘടന നിലവിൽ വരികയും സംവരണം നടപ്പിലാക്കിക്കൊണ്ട് ഇരുന്ന കാലഘട്ടങ്ങളിൽ ഇതുവരെയായിട്ട് ഈ 75 വർഷങ്ങൾക്ക് ശേഷവും സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് വന്നെത്തിപ്പെടാത്ത ഒരു കൂട്ടം ജനത ഇന്ത്യയിലെ എല്ലാ പ്രദേശങ്ങളിലുമായിട്ട് നീണ്ടു നിൽക്കുകയാണ്. ഞാൻ പ്രതിനിധാനം ചെയ്യുന്നത് വേടൻ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. ഈ വേടൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് കേരളത്തില് അടുക്കള പൊളിച്ചും കുളിമുറി പൊളിച്ചും അന്യ ആൾക്കാരുടെ ഭിത്തി തുരന്നുമൊക്കെ ശവം മറവ് ചെയ്യേണ്ട വന്ന ഗതികെട്ട അവസ്ഥയിൽ ജീവിക്കുന്ന ജനതയിലെ ഒരു പ്രതിനിധിയാണ് ഞാൻ. എൻ്റെ ജനതയുടെ വിദ്യാഭ്യാസമായാലും ഉദ്യോഗതലത്തിലായാലും എവിടെയെങ്കിലും കുറച്ച് പേര് പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇതുവരെയായിട്ടും അവരുടെ ഒരു 100 വേടന്മാരെ എടുക്കുമ്പം ഒരു 5 വേടന്മാരിലധികം നമുക്ക് ഒരു ഉദ്യോഗ തലത്തിലോ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എത്തപ്പെടാൻ പറ്റാത്തൊരു സാമൂഹ്യ സാഹചര്യത്തിൽ കൂടെയാണ് നടന്നു പോകുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ സുപ്രീം കോടതി വിധിയെ ഞങ്ങൾ വളരെയേറെ ഹാർദവമായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ തന്നെ അതേ അവസ്ഥയിലുള്ള വേടൻ, കള്ളാടി, നായാടി, ചക്കിളിയൻ തുടങ്ങിയ വിവിധ വിഭാഗം ജനതകൾ ഈ കേരളത്തിലുണ്ട്. ഇത് ഗവൺമെന്റ് തന്നെ ദുർബല വിഭാഗം എന്ന പേര് കൊടുത്ത് ഞങ്ങളെ പ്രത്യേക സാമ്പത്തിക പദ്ധതികൾ, പാക്കേജുകൾ നൽകി ഞങ്ങളെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് വെറും
ഒന്നോ രണ്ടോ ഒരു പഞ്ചായത്തിൽ ഒന്നോ രണ്ടോ ആൾക്കാരെ ദുർബല വിഭാഗത്തിന്റെ പരിഗണന കൊടുത്തുകൊണ്ട് സെലക്ട് ചെയ്യപ്പെടുമ്പോഴും ഞങ്ങളുടെ സമൂഹത്തിലെ ബാക്കി മനുഷ്യരൊക്കെയും പിന്നോക്കാവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഗവൺമെന്റും പൊതുസമൂഹവും മറ്റിതര ജനതയും ഒക്കെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് പട്ടികജാതിയിലുള്ളവരല്ലേ, നിങ്ങൾക്ക് ധാരാളം ആനുകൂല്യങ്ങൾ കിട്ടുന്നതല്ലേ എന്ന്. പക്ഷെ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ, ഞങ്ങളുടെ സാമൂഹിക പിന്നോക്കാവസ്ഥ കാരണം ഞങ്ങൾക്ക് PSC പരീക്ഷകൾ അറ്റൻഡ് ചെയ്യുന്നതിനോ മറ്റു ഉന്നത പരീക്ഷകൾ അറ്റൻഡ് ചെയ്യുന്നതിനോ ഉള്ള ജീവിത സാഹചര്യങ്ങളിൽ കൂടെ ഒന്നുമല്ല ഞങ്ങൾ കടന്നു പോകുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഈ സുപ്രീം കോടതി വിധിയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നത്. കേരളത്തിൽ ഇതുപോലെ തന്നെ പട്ടികവർഗ വിഭാഗത്തിലും നിലവിൽ 2500 ഡോക്ടർമാരുള്ള ഗോത്രങ്ങളുള്ള അതേ സാഹചര്യത്തിൽ തന്നെ പണിയ, അടിയ തുടങ്ങിയ ഗോത്രങ്ങളിൽ വിദ്യാഭ്യാസത്തിന്റെ നിരവധി മേഖലകളിൽ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഉദ്യോഗ തലത്തിൽ എത്തിപ്പെടാൻ പറ്റാത്ത ഒരു വിഭാഗം മനുഷ്യരുണ്ട്. എങ്കിൽ തന്നെയും ഞങ്ങളെ കേൾക്കുന്ന നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ പ്രബലരായ ദളിത്, ആദിവാസി വിഭാഗങ്ങളിലുള്ള മനുഷ്യർ പറയുന്നത് ഈ ഉപസംവരണ വിധി നടപ്പിലാക്കുന്നതിലൂടെ കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ആദിവാസി ദളിത് ഐക്യം തകർന്നു പോകുമെന്നാണ് പറയുന്നത്. ഞങ്ങളെ കേൾക്കുന്ന മനുഷ്യരെ നിങ്ങൾ മനസ്സിലാക്കണം, ഇവരുടെ ആരുടെയും ഒരു കാര്യങ്ങൾ പോലും ഞങ്ങൾ ഇടപെടുത്തുന്നില്ല. ഞങ്ങൾ ഇപ്പോഴും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഞങ്ങൾ ഡിസ്ക്രിമിനേഷൻ അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഈ പട്ടികജാതിയുടെ ഈ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്നവരിൽ നിന്നും ഡിസ്ക്രിമിനേഷൻ അനുഭവിച്ചുകൊണ്ട് ജീവിച്ചു പോകുന്ന ഒരു വിഭാഗം ജനത തന്നെയാണ് ഞങ്ങൾ. പക്ഷെ ഇതൊന്നും തന്നെ ഇവർ പറയുന്നത് പട്ടികജാതിക്കാരുടെ ഐക്യം തകരും, ഏകദാന സ്വഭാവമുള്ള പട്ടികജാതിക്കാരെല്ലാവരും ഇവിടെ തകർന്ന് തരിപ്പണമാകും, പല രീതിയിലാകും. പിന്നെ ചില ദളിത് നേതൃത്വങ്ങൾ പറയുന്നത് ഇവിടെ ഉപസംവരണം നടന്നാൽ വംശനാശ ഭീഷണി ഇവിടെയുള്ള ഗോത്രങ്ങൾക്ക്, ഇത് നടപ്പിലാകുന്ന ജനങ്ങൾക്കും സംഭവിക്കും എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണാജനകമായ സംഭാഷണങ്ങളാണ് ഇവിടെ പറഞ്ഞു കേൾക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിന്റെ ദളിത് ശബ്ദങ്ങളായി ഇവിടെ കേട്ട് പരിചയിക്കുന്ന ചാനലുകളിലും പത്രങ്ങളിലും ഒക്കെ കേൾക്കുന്ന ആൾക്കാരുടെയൊക്കെ ശബ്ദത്തിൽ ഉപസംവരണം ഇത് പ്രശ്നമാണ്, അതുകൊണ്ട് ഉപസംവരണം നടപ്പിലാക്കരുത് എന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ ഉപസംവരണം ആവശ്യപ്പെടുന്ന ഒരു സമൂഹം ആണ് ഞങ്ങൾ. ഞാനടക്കമുള്ള എൻ്റെ ഗോത്രമടക്കമുള്ള കള്ളാടിയും നായാടിയും ചക്കിലിയനും ഒക്കെ, അതുപോലെ എരവാലൻ, അങ്ങനെ നിരവധി ഗോത്രങ്ങൾ 53 പട്ടികജാതിയും ഏകദേശം 38ഓളം പട്ടിക വർഗത്തിലുമുള്ള ജനങ്ങളിലുള്ളതിൽ 4ഓ 5ഓ ജാതി മാത്രം അല്ലെങ്കിൽ ഗോത്രങ്ങൾ മാത്രമേ സാമൂഹിക പുരോഗതി ഉണ്ടായിട്ടുള്ളൂ. ബാക്കി എല്ലാവരും തന്നെയാണ് 3 സെന്റും 2 സെന്റും കോളനികളിൽ അകപ്പെട്ടു പോവുകയും PSC കോച്ചിങ് പോലെയുള്ള പരീക്ഷകളിലേക്ക് അറ്റൻഡ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസത്തെ ഉണ്ടെങ്കിൽ തന്നെയും വീട്ടിന്റെയും ചുറ്റുപാടിന്റെ സാഹചര്യങ്ങളാൽ ഞങ്ങൾക്ക് അങ്ങനെ എത്തപ്പെടാൻ പറ്റാതെ പോവുകയും ചെയ്തത്. ഇതിനെ കൃത്യമായി സ്റ്റഡി ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് സുപ്രീം കോടതി ഇത്തരമൊരു വിധി നടപ്പിലാക്കിയത്. അപ്പോൾ ഈ ഒരു വിധി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റിനെ ഞങ്ങൾ സമീപിക്കുമ്പോൾ ഗവൺമെന്റ് തന്നെ പറയുന്നത് ഇതിനെ എതിർത്തുകൊണ്ടുള്ള മെമ്മോറാണ്ടങ്ങളും നിരവധി പേപ്പറുകളും കത്തുകളുമാണ് ഞങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഇങ്ങനെയുള്ളൊരു സാഹചര്യങ്ങളിലാണ് ദളിത് ഐക്യ സമിതിയുടെ ഒരു പ്രവർത്തകരായിട്ടുള്ള ജിൻഷു, സജി തുടങ്ങിയവർ എറണാകുളത്ത് വലിയൊരു ദളിത് ആദിവാസി കൂട്ടായ്മ ഉപസംവരണ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയപ്പോൾ അവിടെ ഈ ഉപസംവരണം സാമൂഹിക പിന്നോക്കാവസ്ഥ നിലനിൽക്കുന്ന മനുഷ്യർക്ക് ആവശ്യമാണ്, അത് നടപ്പിലാക്കിയേ പറ്റി, ഈ ഉപസംവരണം ഒരു സാമൂഹ്യ നീതി തന്നെയാണ് എന്നുള്ള ഉറച്ച ശബ്ദത്തോടെ അവർ മുന്നോട്ട് വരികയും നമ്മുടെ സമുദായത്തിന്റെ നേതാവ് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തത്. അങ്ങനെ ഞങ്ങളൊരു കൂട്ടായ്മ രൂപീകരിക്കുകയും അതാണ് ഉപസംവരണ സംരക്ഷണ സമിതിയായിട്ട് ഞങ്ങളത് മാറ്റുകയും ചെയ്തത്. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് സംസാരിക്കാനും ഞങ്ങളെ കേൾക്കാനും ഞങ്ങളെ കാണാനുമായിട്ടാണ് ഞങ്ങൾ ഈ സെക്രട്ടേറിയറ്റിന്റെ ഈ വലിയ ഈ റോഡിലേക്ക് ഞങ്ങൾ നടന്നു വന്നത്. അംബേദ്കർ ആവശ്യപ്പെട്ടതും നമ്മുടെ സമൂഹത്തിന്റെ പ്രാതിനിധ്യമാണ്. വട്ടമേശ സമ്മേളനത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ട ആ പ്രാതിനിധ്യത്തെ ബ്രിട്ടീഷുകാർക്ക് സായിപ്പിന് മനസ്സിലായി, പക്ഷേ സവർണ മാടമ്പികൾക്ക് മനസ്സിലായില്ല. പ്രജാസഭയിൽ അയ്യങ്കാളി ആവശ്യപ്പെട്ടത് എന്റെ സമൂഹത്തിന്റെ പ്രാതിനിധ്യമാണ്, പക്ഷെ അത് അയ്യങ്കാളിയുടെ പിന്മുറക്കാരെന്ന് അവകാശപ്പെടുന്നു. അയ്യങ്കാളിയുടെ പിന്മുറക്കാരെന്ന് അവകാശപ്പെടുന്ന ഈ ദളിത് സമൂഹങ്ങൾ തന്നെ പറയുന്നു ഉപസംവരണം നടപ്പിലാക്കേണ്ട കാര്യമില്ല. എന്ത് തന്നെയായാലും നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാനുള്ള പ്രധാനപ്പെട്ട നേതാവൊക്കെ എത്തിയിട്ടുണ്ട്. ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ഞാൻ ഈ
ജിൻഷുവിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹം ദളിത് ഐക്യ സമിതിയുടെ നേതാവാണ്. കേരളത്തിലെ കോട്ടയം മേഖലയിൽ വർക്ക് ചെയ്യുന്ന വലിയൊരു ദളിത് കൂട്ടായ്മയാണ്. അദ്ദേഹത്തിന്റെ കൂട്ടായ്മയാണ് ആദ്യമായി ഈ വിഷയത്തെ വളരെ ശക്തമായി ഇടപെടണമെന്നുള്ള ഒരു ശബ്ദം ഞങ്ങൾ ആദ്യമായി കേൾക്കുന്നത്. ഞങ്ങളെ കേൾക്കാൻ ആദ്യമായിട്ട് ഒരു മനുഷ്യനുണ്ടായി എന്നുള്ളത് ഞങ്ങൾ അതിൽ വളരെയേറെ അഭിമാനിക്കുന്നു. അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിലാണ് ഞങ്ങൾ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. അദ്ദേഹത്തിന് ഞാൻ എൻ്റെ വേദിയിലേക്ക് എൻ്റെ പേരിൽ, എൻ്റെ സമുദായത്തിന്റെ പേരിൽ, എൻ്റെ ദുർബല ജനവിഭാഗത്തിന്റെ പേരിലും ഉപസംവരണ വിധിയുടെ പേരിലും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യാനുള്ളത് ശ്രീ അതിയാമൻ എന്ന ആദിതമിഴർ പേരവൈ സ്ഥാപകൻ ആണ്. അദ്ദേഹമാണ് നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. നമ്മുടെ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ സംഘകാല കൃതികളെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുള്ളതും വായിച്ചിട്ടുള്ളതായിട്ട് ധാരാളം ആൾക്കാരുണ്ടാകും. അദ്ദേഹത്തെ സംഘകാല കൃതിയിൽ ഔവയാറിന് നെല്ലിക്ക കൊടുത്തിട്ട് ഔവയാറിനോട് പറഞ്ഞ നീണാൾ വാഴണമെന്ന് പറഞ്ഞ ആ ഒരു രാജാവാണ് അതിയാമൻ. സംഘകാല കൃതിയിൽ അദ്ദേഹത്തെ പ്രതിപാദിക്കുന്നത് അങ്ങനെയാണ്. അതുപോലെ സ്വന്തം സമൂഹത്തിന്റെ ജീവിത നിലവാരത്തിന്റെ നെല്ലിക്കനി കൊടുത്ത് 30 വർഷം, 1-2 30 വർഷം ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് തമിഴ്നാട്ടിലെ അരുന്ധതിയാർ, ചക്ലിയാർ തുടങ്ങിയ 8 സമൂഹത്തെ 2009 അവർക്ക് സബ് റിസർവേഷൻ കോട്ട പ്രഖ്യാപിക്കുന്നത് വരെ ഇതുവരെ. എന്നിട്ടും അദ്ദേഹം ഇപ്പോഴും ഇത്തരം പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നിൽക്കുന്ന. ആദ്യമായി സുപ്രീം കോടതിയിൽ ഈ വിഷയം സൂചിപ്പിച്ചത് അദ്ദേഹമാണ്. അദ്ദേഹം നമ്മുടെ വേദിയെ സമ്പുഷ്ടമാക്കാനും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയാനും ഒക്കെ ആയിട്ട് അദ്ദേഹം വന്നിട്ടുണ്ട്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ സഹോദരനായി തന്റെ പെരിയോറിന്റെ മണ്ണിൽ നിന്നും അയ്യങ്കാളിയുടെ മണ്ണിലേക്ക് വന്ന അദ്ദേഹത്തിന് ഞാൻ എൻ്റെ വാക്കിലും വേടൻ ഗോത്രത്തിന്റെ പേരിലും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് നമ്മുടെ ഈ പരിപാടിയുടെ മുഖ്യ അതിഥിയായിട്ട് ഉള്ളത് ആണ് ശ്രീ CS മുരളിച്ചേട്ടൻ. ദളിത് ആദിവാസി സ്ത്രീ പൗരാവകാശ കൂട്ടായ്മയുടെ ജനറൽ കൺവീനറാണ് അദ്ദേഹം. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം വേടൻ ഗോത്രത്തിലുള്ള നിരവധി ആൾക്കാർക്ക് നമ്മുടെ ഒരു സംഘടനാ പരിധിയിൽ നിൽക്കുന്നവർക്കൊക്കെ അറിയാം. ശരിക്കും പറഞ്ഞാൽ കേരളത്തിന്റെ ദളിത് എന്നുള്ള ഒരു വാക്കുകൊണ്ട് മാത്രം ഒതുക്കി വെക്കേണ്ട ഒരു വ്യക്തിത്വമൊന്നുമല്ല അദ്ദേഹം. അത്രമാത്രം സാമൂഹിക വിഷയങ്ങൾ ഏർപ്പെടുകയും ഗർജിക്കുന്ന സിംഹം എന്നൊക്കെ തന്നെയുള്ള വാക്ക് തന്നെയാണ് അദ്ദേഹത്തെ കുറിച്ച് ഉപയോഗിക്കേണ്ടത്. ആത്മബന്ധങ്ങൾക്കോ സൗഹൃദങ്ങൾക്കോ മറ്റിതര യാതൊന്നും നിലപാടുകൾക്ക് ആണ് പ്രാധാന്യം. അല്ലാതെ ഇതിനെക്കാട്ടിലൊക്കെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് ഉപസംവരണം എന്ന സംവിധാനം വന്നപ്പോൾ ഇത് അനുഭവിക്കാനുള്ള മനുഷ്യർ ഈ കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയുകയും അതിനു വേണ്ടിയിട്ട് എപ്പോഴും സോഷ്യൽ മീഡിയയിൽ അതിന്റെ വിവിധ വിഷയങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് എല്ലായ്പ്പോഴും സജീവമായി നിൽക്കുകയും എല്ലാ ഈ ഉപസംവരണ വിധിയുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്ന എല്ലാ വിവിധ നേതൃത്വങ്ങളോട് നിരന്തരം ഫോണിൽ സംസാരിച്ച് അല്ലാതെയും ഒക്കെ എപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മഹത് വ്യക്തിത്വമാണ് മുരളിച്ചേട്ടനെ. ഞാൻ എൻ്റെ പേരിലും എൻ്റെ ഗോത്രത്തിന്റെ പേരിലും ഈ ഉപസംവരണ സംരക്ഷണ സമിതിയുടെ പേരിലും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി എനിക്ക് സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ അണ്ണാ-DHRM പാർട്ടിയുടെ സജി കൊല്ലത്തെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം നല്ല ചെറിയ പ്രായത്തിൽ ഭരണകൂട ധീരതയ്ക്ക് ഇരയായിപ്പോയ ഒരു യുവാവാണ്. അതിന്റെ അദ്ദേഹം എന്ന് പറയുന്ന നമ്മുടെ സമൂഹത്തിന് വലിയൊരു മുതൽക്കൂട്ടാണ്. ആ മുതൽക്കൂട്ട് നമ്മുടെ ഉപസംവരണത്തെ അദ്ദേഹം തിരിച്ചറിയുകയും അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയെ അദ്ദേഹം അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും അദ്ദേഹത്തിന്റെ സംഘടനയെ ഈ സംവിധാനത്തിന്റെ കാര്യങ്ങളിലേക്ക് ഇടപെട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എതിർത്ത് നിന്ന എല്ലാ മനുഷ്യരോടും വാക്കുകൊണ്ട്, സംഭാഷണം കൊണ്ട്, കൂട്ടായ്മ കൊണ്ട് ശക്തിയുക്തം നമ്മുടെ വിഷയത്തെ ഏറ്റവും നല്ല രീതിയിൽ പൊതുസമൂഹത്തോടൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിൽ എപ്പോഴും ഭരണകേന്ദ്രങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന അംബേദ്കറിന്റെ അയ്യങ്കാളിയുടെയും ഐഡിയോളജിയിലൂടെ സജി കൊല്ലം സഹോദരനെ പോലും ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളാണ് ഈ പൊതുസമൂഹം കാണുന്നത്. അവരെ മോട വൃത്തിയാക്കാനും അതിനും ഇതിനും എല്ലാ കാര്യത്തിനും അവരെ വേണം. പക്ഷേ
അവരെ പൊതുസമൂഹം അംഗീകരിക്കുന്നില്ല. ആ സമൂഹത്തിൽ നിന്നുകൊണ്ടാണ് കേരളത്തിന്റെ ഈ ഒരു വിഷയത്തിൽ എടുക്കുക എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അശ്രാന്ത പരിശ്രമം കൊണ്ട് ആ സമൂഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം അത്രമാത്രം പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രോഗ്രാം കോട്ടയത്ത് ചെയ്തു. അദ്ദേഹത്തിനെ ഞാൻ നമ്മുടെ ഈ യുവസംവരണ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യാനുള്ളത് ശ്രീ സംസ്ഥാന പ്രസിഡന്റ് ആദിവാസി സംരക്ഷണ സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് മാരിയപ്പൻ നീലിപ്പാറ. പ്ലാച്ചിമട സമരത്തിന്റെ നേതാവായിരുന്നു, വാളയാർ സമരത്തിന്റെ നേതാവായിരുന്നു. മണ്ണിൽ പണിയെടുത്ത ഈ പരിസ്ഥിതിക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച ആളാണ്. വലിയൊരു കർഷകനാണ്. എനിക്ക് അദ്ദേഹത്തെ കാണുമ്പം അയ്യങ്കാളിയുടെ ഒരു ലുക്കൊക്കെയാണ് എനിക്ക് അദ്ദേഹത്തെ കാണുമ്പോൾ തോന്നുന്നത്. നല്ല സ്ട്രോങ് ആയ മനുഷ്യനാണ്. ഈ പ്രായത്തിൽ പ്രായം വെറും നമ്പറാണ്. പ്രവർത്തനങ്ങൾ നമ്മുടെ സാമൂഹികമായ ഇടപെടലിനൊക്കെ വെറും നമ്പർ മാത്രമാണെന്നാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പാതിരാത്രി പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ആ കാട്ടിനകത്തുനിന്ന് ബൈക്ക് ഓടിച്ചു വന്ന് അവിടെ വണ്ടി നിർത്തി വെച്ചിട്ടാണ് അവിടുന്ന് ട്രെയിൻ കയറി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അദ്ദേഹം സമര പരിപാടിക്ക് വരുന്നത്. അതിനുശേഷം അദ്ദേഹം കാർഷിക വൃത്തിയിലേക്ക് പോവുകയും അവിടെയുള്ള ജനങ്ങളെ സംഘടിപ്പിക്കുകയും എരവാലൻ ഗോത്രത്തിന്റെ പ്രതിനിധിയാണ്. ഇവർ 4000 മനുഷ്യർ മാത്രമുള്ള ആ സമൂഹത്തിനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം ഇടപെടൽ നടത്തുന്ന അദ്ദേഹത്തെ ഞാൻ എൻ്റെ പേരിലും ഉപസംവരണ സംരക്ഷണ സമിതിയുടെ പേരിലും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് സ്വാഗതം ചെയ്യുന്നത് എൻ്റെ തന്നെ ഗോത്രത്തിന്റെ സഹോദര ഗോത്രമായിട്ട് ഗവൺമെന്റ് തന്നെ നിശ്ചയിച്ച ആളാണ് കള്ളാടി ഗോത്രം. കള്ളാടി ദുർബല വിഭാഗത്തിലുള്ള ഒരു ഗോത്രമാണ്. കള്ളാടി, നായാടി, ചക്കിലിയൻ, വേടൻ. നമ്മൾ വേടന്മാർക്ക് ഏറ്റവും അറിയപ്പെടുന്നതാണ്. മറ്റിതര ജാതിക്കാരെക്കാട്ടിലും നല്ല വ്യക്തമായിട്ട് അറിയും, പക്ഷെ അവരെ കണ്ടിട്ടില്ല. ഇന്ന് ഞാൻ അദ്ദേഹത്തെ എൻ്റെ സഹോദരങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ കള്ളാടി ഞങ്ങൾക്ക് അറിയാം എന്ന് വെച്ചാൽ ഏറ്റവും പെട്ടെന്ന് അറിയാവുന്ന രീതിയിലാണ് അവർ സംസാരിച്ചത്. കള്ളാടി നേതൃത്വത്തിന്റെ നേതാവ് ശ്രീ പ്രബീഷ് ബാലൻ സംസ്ഥാന പ്രസിഡന്റാണ്. അദ്ദേഹം ഒരു യുവ നേതാവാണ്. അദ്ദേഹം തീപ്പൊരി പ്രസംഗമാണ്. തന്റെ സമൂഹത്തിന്റെ നിസ്സഹായ അവസ്ഥയെക്കുറിച്ച് വ്യക്തമായി പഠനം നടത്തി. സാധാരണ നമ്മുടെ സമുദായത്തിലും നമ്മുടെ സമൂഹത്തിലും ഒക്കെ നമ്മൾ കണ്ടുവരുന്നത് നമ്മുടെ യൂത്തിന് നമ്മുടെ സമൂഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നതിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അവർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ നടന്ന് ജീവിച്ച് തീർന്ന് മരിച്ചു പോയാൽ മതി എന്നുള്ളൊരു ഭാവമാണ്. ആരെങ്കിലുമൊക്കെ എല്ലാവർക്കും സാധിച്ചു കൊണ്ട് തരും, അപ്പോഴും നമുക്കും അതിന്റെ പങ്ക് പറ്റാമല്ലോ, ഇത്രയൊക്കെ മതി നമുക്ക് എന്നുള്ള ഭാവത്തിൽ ജീവിക്കുന്ന ഒരു ജനതയാണ് നമ്മുടെ ആൾക്കാർ. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തനായിട്ട് ഒരു യുവ നേതൃത്വം, അദ്ദേഹത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ സേവനം അദ്ദേഹത്തിന്റെ ഗോത്രത്തിൽ മാത്രമല്ല, അദ്ദേഹത്തിന്റെ പ്രദേശത്ത് മാത്രമല്ല, കേരളക്കരെ ആകെ ഉണ്ടാവണമെന്ന് അദ്ദേഹത്തിന്റെ സംഭാഷണത്തിൽ നിന്ന് എനിക്ക് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ യുവസംവരണ സംരക്ഷണ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യുന്നത് ദളിത് ഐക്യ സമിതിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ സജി പാമ്പാടിയാണ്. നമ്മൾ ഇപ്പോൾ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്ന കാര്യം തന്നെ പ്രായോഗിക പദ്ധതിയിലേക്ക് ആ നടപടിയാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പോരാട്ടം നടത്തിയ തമിഴ്നാട് ആദി തമിഴർ പേരവയുടെ സ്ഥാപകനായിട്ടുള്ള ആർ അധിയമാനാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഊഴത്തിന് വേണ്ടിയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്, ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് എന്ന് എനിക്ക് വളരെ കൃത്യമായി അറിയാം. പക്ഷെ ഒന്ന് രണ്ട് കാര്യം സൂചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള മാത്രം ഒരു സമയം ഞാൻ എടുക്കുകയാണ്. കാരണം നമ്മളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ അഭിപ്രായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ അഭിപ്രായത്തിലുള്ള ഏറ്റവും കുറഞ്ഞ ശതമാനത്തിലുള്ള മനുഷ്യരാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. വലിയ തരത്തിൽ നമ്മുടെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ജനത നമ്മുടെ കേരള സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്, നമ്മുടെ സമുദായത്തിന്റെ ഉള്ളിലുണ്ട്. അപ്പോ ഈ മനുഷ്യരെ വളരെ ഗൗരവമായി കാര്യങ്ങൾ ചെയ്യുകയും നമ്മുടെ ആശയത്തിലേക്ക് എത്തിക്കുകയും വലിയ കടത്തിക്കൊണ്ടുവരുന്നതിനുള്ള വലിയ പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ട് വേണം നമ്മൾ മടങ്ങിപ്പോകാൻ എന്നൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കുവാനുണ്ട്. കാരണം നമുക്കറിയാം, നമ്മൾ ഈ പ്രോഗ്രാം നടത്തുന്നതിന് മുമ്പും ഇതിനു ശേഷവും യുവസംവരണം എന്ന് പറയുന്ന സാമൂഹ്യ നീതിക്ക് വിരുദ്ധമായ നിലപാടുകളുമായി നമ്മളേട് നിന്ന് നമ്മൾ കരുതിയിരുന്ന ദളിത് നേതൃത്വങ്ങൾ ഈ സെക്രട്ടേറിയറ്റിന്റെ പരിസരത്തും കേരളത്തിന്റെ സമൂഹത്തിലുമെല്ലാം ഇങ്ങനെ വ്യാപിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യമുണ്ട്. അപ്പോ വളരെ പ്രധാനമായി നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം, കേരളത്തിൽ ദളിതർ ആരാണ്, ദളിത് സാമുദായിക താല്പര്യം മുന്നോട്ട് കൊണ്ടുപോകുന്നവർ ആരാണ്
എന്ന് വളരെ കൃത്യമായി ചരിത്രപരമായി അടയാളപ്പെടുത്തുന്ന ഒരു സന്ദർഭം കൂടിയാണിത്. ജാതിയിലേക്ക് മടങ്ങിപ്പോകുന്ന നേതൃത്വങ്ങളെ നമ്മൾ വിരൽ ചൂണ്ടേണ്ടതുണ്ട്. സമുദായമായി മാറിയിട്ടില്ലാത്ത ആളുകളെ, ജാതിയിലേക്ക് മടങ്ങിപ്പോയിട്ടുള്ള ഏത് യൂട്യൂബ് വിദഗ്ധരായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഏത് സൈദ്ധാന്തിക നേതൃത്വമായിക്കൊള്ളട്ടെ, നമ്മൾ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. സഹോദരങ്ങളെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ താല്പര്യമില്ല. ദളിതർ വിഭജിക്കപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട്, കാപട്യം പറഞ്ഞുകൊണ്ട്, ക്രിമിനലിന്റെ കാപട്യം പറഞ്ഞുകൊണ്ട്, നുണ പ്രചരിപ്പിച്ചുകൊണ്ട് നമുക്കിടയിലെ സഹോദരങ്ങളെ വീണ്ടും പടുകുഴിയിലേക്ക് മാറ്റി തീർക്കുന്നതിന് വേണ്ടി സിദ്ധാന്തം ചമയ്ക്കുന്ന നേതാക്കന്മാർ നമുക്കിടയിലൂടെ കടന്നു പോകുന്നുണ്ട്. അവരെ ഗൗരവമായി നമ്മൾ കാണുകയും അവരെ സമുദായത്തിന് മുമ്പിൽ തുറന്നു കാണിക്കുകയും ചെയ്യുന്ന ഒരു കടമ കൂടി നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ പോരാട്ടമാണ്, ഈ ആശയമാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഏറ്റെടുക്കേണ്ടതുള്ളത്. കാരണം ദളിത് ഐക്യം എന്നാൽ എന്താണെന്ന് ഒരു പുതിയ ചരിത്രം നിർമ്മിക്കുവാനാണ് നമ്മൾ പോകുന്നത്. കാരണം ജാതിക്കപ്പുറത്തേക്ക് സാമൂഹ്യ സാഹചര്യത്തിന്റെ എല്ലാ തരത്തിലുമുള്ള അംബേദ്കറിന്റെ സങ്കല്പങ്ങളെയും വികസിപ്പിച്ചുകൊണ്ടാണ് നമുക്ക് പോകാനുള്ളത്. ഒരു ജാതിയുടെയും ഒരു മതത്തിന്റെയും വേലിക്കെട്ടുകളുമായി നമുക്കിടയിലേക്ക് വരേണ്ടതില്ല. എല്ലാ മനുഷ്യർക്കും വേണ്ടി സംസാരിക്കുന്ന സാമൂഹ്യ സങ്കല്പമാണ് ദളിതരുടെ ഐക്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പറയാനുള്ളത്. വ്യത്യസ്ത കൊടികളുണ്ടാകാം, വ്യത്യസ്ത സംഘടനകൾ ഉണ്ടാകാം, പക്ഷേ ഞങ്ങൾ സഹോദരങ്ങൾ എന്ന നിലയിൽ 20%-ലധികം വരുന്ന പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും അവരിൽ നിന്നും മതപരിവർത്തനം ചെയ്ത് ദളിത് ക്രൈസ്തവരും അടക്കുന്ന 20%-ലധികം വരുന്ന വലിയൊരു ജനസമൂഹത്തിന്റെ ശബ്ദമാണ് നമ്മളിലൂടെ മുന്നോട്ട് പോകാൻ പോകുന്നത്. അതുകൊണ്ട് നാളുകളിൽ ഇപ്പോൾ നമുക്കറിയാം, ഈ നേതൃത്വ നിരകളിൽ നോക്കൂ, വലിയ പ്രചാരത്തിലുള്ള വലിയ ലക്ഷക്കണക്കിന് ആൾക്കൂട്ടം നിർമ്മിക്കാൻ കഴിയുന്ന നേതൃത്വങ്ങളൊന്നും കാണാൻ കഴിയില്ല നമുക്കിടയിൽ നേതാക്കന്മാർ. പക്ഷേ വളരെ കൃത്യമായി സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന ശേഷിയുള്ള നാളുകളുടെ നേതൃത്വങ്ങളായി മാറാൻ കഴിയുന്ന ആളുകളാണ് ഇപ്പോൾ ഈ വേദിയിലിരിക്കുന്നത്. അതുകൊണ്ട് ദളിതർ ഐക്യപ്പെടുക. ദളിതരുടെ എല്ലാ സാമൂഹ്യ വിവേചനങ്ങൾക്കും അപ്പുറത്ത് പിന്നോമ്പുറങ്ങളിലേക്ക് മാറ്റപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി അംബേദ്കർ അയ്യങ്കാളിയും എല്ലാം പറഞ്ഞ പോലെ അവരെ സാമൂഹ്യ ഉന്നതിയിലേക്ക് കടത്തിക്കൊണ്ടുപോരാൻ കഴിയുന്ന എല്ലാ തരത്തിലുള്ള ചേർത്ത് നിർത്തലുകളെയും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് ദളിതർ ഐക്യപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല. ഈ നേതൃത്വങ്ങൾ പറയുന്ന പോലെ അനൈക്യം വരും. ഏതെങ്കിലും പിന്നോട്ട് പോയിട്ടുള്ള സമൂഹങ്ങളെ മുന്നോട്ട് കൊണ്ടുവന്നാൽ അനൈക്യമാകുമെന്ന് പറയുന്നത് വാദത്തിന് യാതൊരു അടിസ്ഥാനമില്ല. ഞങ്ങൾ പറയുന്നത് ഈ സമൂഹങ്ങളെ ഒന്നിച്ചു ചേർന്ന് മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ മാത്രമാണ് സത്യത്തിൽ സംവരണം പോലുള്ള കാര്യം പോലും സംരക്ഷിക്കാൻ പോകുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നാം അറിയേണ്ടതുണ്ട്. അപ്പോൾ ഈ പറയുന്ന ആളുകൾ, ഈ നുണപ്രചരണം നടത്തുന്ന ആളുകൾ വളരെ ഗൗരവമായും അറിയേണ്ട ഒരു കാര്യം, സമുദായത്തെ ഒന്നാകാൻ അനുവദിക്കുക. സമുദായത്തെ വീണ്ടും വീണ്ടും വിഭജിക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ നിങ്ങൾ പറയാതിരിക്കുക. ഇപ്പോൾ പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും ദളിത് ക്രൈസ്തവർക്കും എല്ലാം തുല്യമായിട്ടുള്ള അവരുടെ പങ്ക് സംവരണത്തിൽ ലഭ്യമാകുന്നുണ്ടെങ്കിൽ ഈ സമരമായിരിക്കില്ല കേരളം ഇനി കാണാൻ പോകുന്നത്. സംവരണത്തിന് ഒരു പ്രശ്നം വന്നാൽ കേരളത്തിലെ അയിത്തജാതിക്കാർ മുഴുവൻ ഒന്നായി അണിനിരക്കുന്ന സമര പോരാട്ടങ്ങളിലേക്ക് കടന്നു വരും. അതുകൊണ്ട് ആ സാഹോദര്യത്തെ കുറിച്ചാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എല്ലാ സഹോദരങ്ങളെയും ഒന്നിച്ചു ചേർത്ത് പിടിക്കുന്ന നിലയിലുള്ള സാഹോദര്യത്തെ കുറിച്ചാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. അതുകൊണ്ട് നാളുകളിൽ സമുദായ ഐക്യത്തിന്റെ തലത്തിലേക്ക് വികസിക്കുന്ന നിലയിൽ നമ്മളുടെ ഈ കൂട്ടായ്മ വികസിപ്പിച്ചു പോകണം. സണ്ണി എം കവിക്കാടും ഗീതാനന്ദനും കെ അംബുജാഷനുമെല്ലാം ദളിത് സമുദായം വിഘടിക്കപ്പെടുമെന്ന് പറയുമ്പോൾ വിഘടിക്കുകയല്ല, ഞങ്ങൾ തുല്യമായി പങ്കുവെച്ചുകൊണ്ട് ഞങ്ങൾ സാഹോദര്യത്തോടെ വീണ്ടും ചേരുകയാണെന്ന് നമുക്ക് പറയാൻ കഴിയണം. നമുക്ക് പുതിയ മാതൃകയാവാൻ കഴിയണം എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ സമരത്തിന്റെ പുതിയ ഘട്ടങ്ങൾ നമുക്ക് ഇനിയും തുറക്കുവാനുണ്ട്. അതിന് വലിയ പ്രചോദനമാകാൻ കഴിയുന്ന, അതിൽ പ്രായോഗികമായ എല്ലാ തരത്തിലും വിജയം കൈവരിച്ച തമിഴ്നാട്ടിന്റെ വീരപുത്രനായിട്ടുള്ള R. ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ നിങ്ങളോട് സംസാരിക്കുന്നതിന്, നമ്മുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ഹാർദവുമായി സ്വാഗതം ചെയ്യുക. அதியமான், உங்களிடம் மலையாளத்தில் பேச வேண்டும் என்றுதான் நினைக்கிறேன். ஆனால் அதற்கான வாய்ப்பு இப்பொழுது இல்லை. நான் தமிழில் பேசுவதை நீங்கள் புரிந்து கொள்வீர்கள் என்று நிச்சயமாக நம்புகிறேன். இன்றைக்கு என்னை தமிழ்நாட்டிலிருந்து வரவழைத்து
இங்கே கேரள மாநிலத்தில் இருக்கிற அருந்ததியர், சக்கிலியர், கல்லாடி, நாயாடி என்ற மலைவேடன் போன்ற ஒடுக்கப்பட்ட அடுக்கப்பட்ட மூட்டைகளில் அடிமூட்டையாக இருக்கின்ற இந்த மக்களுக்கெல்லாம் ஒரு தீர்வு கிடைக்க வேண்டும் என்று நாம் எல்லாம் நினைக்கிறோம். இதைத்தான் தமிழ்நாட்டிலேயும் நாங்கள் நினைத்தோம். 30 ஆண்டுகளுக்கு மேலாக போராடினோம். அங்கே இருக்கிற பள்ளர், பறையர் என்கிற ஆதிக்க சாதி தலித்துகள், ஆதிக்க சாதியில பேக்வேர்ட் கம்யூனிட்டியில தான் ஆதிக்க சாதி தலித்துகள் இருப்பார்கள், ஆதிக்க சாதியினர் இருப்பார்கள். நம்மை ஒடுக்குவார்கள், தீண்டாமை பார்ப்பார்கள். ஆனால் தலித் ஜாதிகளிலேயே தீண்டாமை அல்ல, நம்மை ஒடுக்குகிற, அதிகாரத்தில் பங்கு பெறுவதை தடுக்கிற, நமக்குள்ள உரிமைகளை கிடைக்க விடாமல் செய்வதற்கு நமக்கான ஒரு பங்கு இருக்கிறது, நமக்கான ஒரு எண்ணிக்கை இருக்கிறது. இந்த எண்ணிக்கைக்கேற்ப நமக்கு இந்த அரசிலே பங்கு இருக்கிறது. அந்த பங்கை நாம் கேட்பதிலே என்ன தவறு? அதை கேட்பதற்கு தான் இப்படிப்பட்ட அருமையான ஊர்வலத்தை, பேரணியை இங்கே ஏற்பாடு செய்திருக்கு. இதை வரவேற்பு நல்கி அமர்ந்திருக்கின்ற சகோதரி அனிசி அவர்களே, இந்த நிகழ்ச்சியில புரோகிராமினுடைய சேர்மன் திருமிகு கே ஜென்சு அவர்களே, ADHRM கொல்லம் சாஜு அவர்களே, ACSS தோழர் ஆறுமுகம் அவர்களே, இங்கே பெரும்பான்மையாக வந்திருக்கின்ற சகோதரர்களே, சகோதரிகளே, தோழர்களே, உங்கள் அனைவருக்கும் முதலில் என்னுடைய வணக்கம். இன்றைக்கு தமிழ்நாட்டில் 2009 டாக்டர் கலைஞர் கருணாநிதி அவர்கள் நாங்கள் போராடி அவர்களுக்கு கோரிக்கை வைத்து எங்களுக்கு தமிழ்நாட்டில் 76 சாதிகள் உள்ளன. அந்த பட்டியலில் ஷெட்யூல்டு கேஸ்ட் லிஸ்ட்ல 76 கேஸ்ட் 76. இங்க கேரளாவில் 64 ஜாதிகள் இருக்கிறது. அந்த 76 சாதிகளிலே அருந்ததியர், சக்கிலியர், மாதாரி, மாதிகா, பகடை, செம்மான், தோட்டி, ஆதி ஆந்திரா, இந்த சாதிகளுக்கெல்லாம் மிக நீண்ட நாட்களாக அவர்களுக்கு எந்த வாய்ப்புமே வழங்கப்படவில்லை. ஆக நாங்கள் என்ன கேட்டோம்னா, எங்களுடைய மக்கள் தொகையில் அடிப்படையிலே எங்களுக்கான பங்குகளை நீங்கள் பிரித்து தாருங்கள் என்று நாங்கள் கேட்டோம். இன்றைக்கு அங்கு எல்லாமே கிடைத்து விடவில்லை. 3% இடஒதுக்கீடு மட்டும் கிடைத்திருக்கிறது. கிடைத்ததனால் என்ன பலன் என்று பார்த்தால், நேற்றைக்கு நான் அங்கே கோவையிலிருந்து வரும்போது பத்திரிகை செய்தி பார்த்தேன். என்ன தெரியுங்களா? அருந்ததியர் சமுதாயத்தை சேர்ந்த 7 பேருக்கு ஜட்ஜுகளாக பதவி கிடைத்திருக்கு. 7 பேர் அருந்ததியர் சமுதாயத்தை ஜட்ஜு நம்ம ஆள்கள் என்னைக்காவது ஆயிருக்காங்களா? 7 பேர் ஜட்ஜு. நேற்றைக்கு ஆர்டர், தமிழ்நாடு கவர்மெண்ட் ஆர்டர். அதே போல இந்த உள்ளிடஒதுக்கீடு வருவதற்கு முன்பு அங்கே எத்தனை டாக்டர்கள், எத்தனை என்ஜினியர்கள் வருகிறார்கள் என்று பார்த்தால், 2009 3 விழுக்காடு இடஒதுக்கீடு கிடைப்பதற்கு முன்பு மொத்தமே ஒரு 10 டாக்டர்கள் தான் அங்க வருவாங்க. ஆனால் இன்னைக்கு 150 டாக்டர்கள் இன்றைக்கு அருந்ததியிலே டாக்டர்களாக வெளியே வந்து கொண்டிருக்கிறார். 150 டாக்டர், 1500 என்ஜினியர்கள். ஏறத்தாழ இந்த 10 ஆண்டுகளிலே ஏறத்தாழ 6000 பேர் டீச்சர்ஸ், 6000 people டீச்சர்ஸ் from அருந்ததியர் கம்யூனிட்டி. இப்படி இந்த உள்ளிடஒதுக்கீடு கிடைத்த காரணத்தினால் இதெல்லாம் நடந்திருக்கு. ஆனால் இங்கே கேரளாவில் இன்னைக்கு நமக்கு சாதி சர்டிபிகேட் கூட தர மாட்டேங்க.
அங்கே நம்ம அடுத்த கட்டத்துக்கு மேல போயிட்டு இருக்கிறோம், படியேறி மேலே போய் கொண்டிருக்கிறோம். கேரளாவில, பாண்டிச்சேரியில, டெல்லியில இங்க எல்லாம் இங்கிருந்து மைக்ரேட்டட் பீப்புள் யாருக்குமே சாதி சான்றிதழ் தருவதில்லை. டெல்லிக்கு நம்ம ஆட்கள் இங்கிருந்து நாமக்கல், சேலம், ஈரோடு போன்ற நகரங்களிலிருந்து 50-60 ஆண்டுகளுக்கு முன்பு மும்பை மகாராஷ்டிரா போயிருக்கிறார்கள், டெல்லி போயிருக்கிறார்கள். அங்கேயும் சர்டிபிகேட் கிடைக்கிறது இல்லை. கேரளாவிலும் அதே நிலைமை. நான் என்ன சொல்கிறேன் என்றால், சரி எங்களுக்கு நீங்கள் சர்டிபிகேட் தரல, ஆனால் எங்களோடு வந்த சாம்பவாருக்கும் பறையருக்கும் மற்றவர்களுக்கெல்லாம் தருகிறீர்களே, இது எப்படி தருகிறீர்கள்? எங்களை மட்டும் ஏன் விட்டு போனது? என்ன காரணம்? ஏதாவது சதி வேலை நடந்ததா அதிகாரிகள் மத்தியில, அமைச்சர்கள் மத்தியில? அப்படி நடந்தா தானே இது நடந்திருக்கும். ஏன் நடக்கல? ஆக தொடர்ந்து நம்மை ஒடுக்குகிற சாதிகளை சேர்ந்தவர்கள் தங்களுடைய இடங்களை கைப்பற்றுவதற்கு இப்படிப்பட்ட வேலைகளை செய்து கொண்டே இருப்பார்கள். ஆக உள்ளிட ஒதுக்கீடு கொடுத்த கலைஞர் இன்றைக்கு உயிரோடு இல்லை. அதை சட்டப்பேரவையிலே கொண்டு போய் சமர்ப்பித்த மரியாதைக்குரிய தளபதி ஸ்டாலின் அவர்கள் இன்றைக்கு தமிழ்நாட்டிலே முதலமைச்சர். அந்த திராவிட முன்னேற்ற கழக அந்த கட்சியினுடைய கூட்டணி கட்சிகளில் ஒன்றுதான் ஆதித்தமிழர் பேரவை. அதிலிருந்துதான் நாங்கள் வருகிறோம். நாங்கள் கூட்டணி கட்சியில இருக்கிறோம். தமிழ்நாட்டுல திராவிட முன்னேற்ற கழகத்தினுடைய கூட்டணி கட்சியில ஆதித்தமிழர் பேரவையும் ஒரு கட்சி அங்கம். எங்களுக்கு ஒரு எம்எல்ஏ சீட் கூட கொடுத்திருக்காங்க, நாங்க நின்னோம். ஆனால் வெற்றி வாய்ப்பு கிடைக்கவில்லை. மீண்டும் வருகிற 26 அது கிடைக்க போகிறது. ஆனால் உண்மை நிலை தமிழ்நாட்டில் என்னவென்று பார்த்தால், அங்கே 44 தொகுதிகள் ரிசர்வ் தொகுதி, அருந்ததியர்கள் 3 பேர் தான். பறையர்கள் 20 எம்எல்ஏக்கள், பள்ளர்கள் 20 எம்எல்ஏக்கள், அருந்ததியர்கள் 3 பேர். மினிஸ்டர்ஸ் 30 பேர். ஒரே ஒரு மினிஸ்டர் மிஸ்டர் மதிவேந்தன், அருந்ததியர், ஒரே ஒரு மினிஸ்டர். எம்பிகள் மொத்தம் 7 ரிசர்வ் தொகுதி அங்க இருக்கு தமிழ்நாட்டில். 7 ரிசர்வ் தொகுதி. ஒரு தொகுதியிலையும் கூட அருந்ததியர் இல்லை. இன்றைக்கு அங்க போராட்டம் நடந்து கொண்டிருக்கிறது. நாங்க பிரச்சனை பண்ணிட்டு இருக்கோம். விட மாட்டோம், வாங்கிடுவோம். பெரிய அளவுல இன்னைக்கு 30 சங்கங்களை ஒன்று சேர்த்து இருக்கிறோம். 30 சங்கங்களை ஒன்று சேர்த்து இந்த கோரிக்கைகளை வலியுறுத்தி சென்னையிலே வருகிற ஜனவரி 6ஆம் தேதி மிகப்பெரிய பேரணியை நடத்த இருக்கிறோம். எல்லா கட்சி தலைவர்களும் அங்கே வருகிறார்கள். கேரளாவிலிருந்து நீங்களும் வர வேண்டும், எல்லா மாவட்டத்திலிருந்தும் வர வேண்டும். அன்புக்குரிய தோழர்களே, கடந்த ஆகஸ்ட் 1ஆம் தேதி சுப்ரீம் கோர்ட்ல ஒரு ஜட்ஜ்மெண்ட் வந்தது. அது ஒரு கேஸ் ஏற்கனவே அங்க பெண்டிங் இருக்கு. தமிழ்நாட்டுல கலைஞர் வழங்கிய அந்த உள்ளிட ஒதுக்கீட்டை எதிர்த்து அங்க வழக்குக்கு போனாங்க. அந்த வழக்கு சுப்ரீம் கோர்ட்டுக்கு மாற்றப்பட்டது. சுப்ரீம் கோர்ட்ல இருக்கிற கேஸ் ஹரியானா பஞ்சாப் கேஸ். அந்த வழக்குல என்ன தீர்ப்பு கொடுத்திருக்கிறார்கள் என்று சொன்னால், ஸ்டேட் கவர்மெண்ட்டுக்கு அங்கே இருக்கிற சாதிகளுக்கு இன்னர் ரிசர்வேஷன் கொடுப்பதற்கான அதிகாரம் இருக்கிறது. ஸ்டேட் கவர்மெண்ட் அவங்களுக்கு பவர்ஸ் இருக்கு, நீங்க செய்யலாம். இன்னும் பின்தங்கியோர் யாராவது இருந்தால் அவர்களுடைய தரவுகளை நீங்கள் சேகரித்து அவர்களுக்கும் நீங்க இடஒதுக்கீடு வழங்கலாம். தமிழ்நாட்டுல 69% இடஒதுக்கீடு இருக்கிறது. 69% பிசி, எம்பிசி, ஈவன் முஸ்லிம்ஸ் அவங்களுக்கு 3.5% இடஒதுக்கீடு இருக்கிறது. கிறிஸ்தவர்களுக்கு 3.5% ரிசர்வேஷன் தமிழ்நாட்டில் இருக்கிறது. கிறிஸ்தவர்களுக்கு இருக்கிறது, திருநங்கைகளுக்கு இருக்கிறது, மாற்றுத்திறனாளிகளுக்கு ரிசர்வேஷன் இருக்கிறது, ஸ்போர்ட்ஸ் பர்சனுக்கு ரிசர்வேஷன் இருக்கிறது. இப்படி எல்லோருக்குமே அங்கே ரிசர்வேஷன் கொடுக்கப்பட்டிருக்கிறது. உச்ச நீதிமன்றம் இப்ப வழங்கின தீர்ப்புல அவர்கள் என்ன சொல்கிறார்கள் என்று சொன்னார்,
எஸ்சி பட்டியல் அந்த பட்டியல் ஷெட்யூல்டு காஸ்ட் லிஸ்ட், அந்த பட்டியலில் இருக்கிற எல்லோருமே ஒரே வகைத்தானவர்கள் இல்ல. They are not homogeneous, heterogeneous. அருந்ததியர்னா அது ஒரு வகையான பழக்கம், பண்பாடு, வாழ்க்கை முறை. பள்ளர்கள் அவர்களுக்கான பண்பாடு, வழக்கம், வாழ்க்கை முறை. பறையர்கள் அவர்களுக்கு தனியான பண்பாடு, வழக்கம், வாழ்க்கை முறை. இப்படி ஒவ்வொருத்தரும் தனித்தனியாக இருக்கிற காரணத்தினால் இதை ஒன்றாக எடுத்துக்கொள்ள வேண்டாம். ஏற்கனவே அரசியல் சட்டத்திலே உள்ளபடி அந்த பட்டியலிலே ஒரு ஜாதியை சேர்க்க முடியாது, வெளியே எடுக்க முடியாது, புதுசா சேர்க்க முடியாது, அந்த பட்டியலை சேர்க்க முடியாது. டெல்லியில இருக்கிற 2 மேலவையும் நாடாளுமன்ற அந்த பார்லிமெண்ட் மெம்பர்களும் சேர்ந்து 4/3 வாக்களித்தால் தான் அந்த சட்டத்தையே மாற்ற முடியும். எதுவுமே மாற்ற முடியாது. ஒரு ஜாதியை கூட அந்த லிஸ்ட்ல கொண்டு போய் சேர்க்க முடியாது. அப்படிப்பட்ட சூழல்ல ஒரு தீர்ப்பு என்ன கொடுத்திருக்கிறார்கள் என்று சொன்னால், ஏற்கனவே 2015 கொடுக்கப்பட்ட ஹெட்ரோஜீனியஸ் ஹோமோஜீனியஸ் என்று கொடுக்கப்பட்ட தீர்ப்பு தவறு. இப்ப அவங்க ஹெட்ரோஜீனியஸ், ஒவ்வொருத்தரும் ஒவ்வொரு வகையானவர்கள், அவர் ஒரே மாதிரியான ஆட்கள் இல்ல. ஏன் ஒரே மாதிரியான ஆட்கள் இல்லைன்னா, யாருக்கு அந்த குழுக்களுக்கு இடையில பெண் கொடுக்கல் வாங்கல் கிடையாது, பெண் கொடுக்கல் வாங்கல் கிடையாது. ஒரு அருந்ததியர் பையன் ஒரு பறையர் பெண்ணை காதலித்து திருமணம் செய்து விட்டால் பறையர்கள் எல்லாம் சேர்ந்து அந்த பையனை வெட்டுகிறார்கள், கொலை செய்கிறார்கள். ஒரு அருந்ததியர் பையன் ஒரு பள்ளர் பெண்ணை காதலித்து திருமணம் செய்தால் அவனையும் வெட்டுகிறார்கள். இதுதான் இங்க இருக்கிற நிலைமை. சோ இது சாதி ரீதியா பாதிக்கப்பட்ட ஒரு விஷயம். இப்போ அரசியல் சட்டத்தில் எங்கேயே மொழியை சொல்லவில்லை, மதத்தை சொல்லவில்லை. மதத்தை சொல்லி அவர்கள் எஸ்சி லிஸ்ட்ல கொடுக்குறாங்க, மொழியை எங்குமே சொல்லல. மக்கள் எல்லா மாநிலங்களிலும் தாழ்த்தப்பட்டவர்கள் ஒரே மாதிரி பாதிக்கப்பட்டிருக்கிறார்கள். இவர்களுக்கு தீர்வு வேண்டும், இதைத்தான் நாம் சொல்கிறோம். அப்போ தமிழ்நாட்டில் இன்றைக்கு சவுத் தமிழ்நாடு, ஆந்திரா, கேரளா, கர்நாடகா, தெலுங்கானா, இந்த 5 ஸ்டேட்ல அருந்ததியருக்கு உள்ளிட ஒதுக்கீடு என்பது தமிழ்நாட்டில் மட்டும்தான் இருக்கிறது. இங்கே தென் மாநிலங்கள்ல 5 ஸ்டேட்ல எங்கேயுமே இல்லை. ஏனென்றால் அங்கே தந்தை பெரியார், ஈரோட்டு சிங்கம் தந்தை பெரியார் பிறந்த காரணத்தினால, சமூக நீதி நாங்கள் பேசுகிற காரணத்தினால, அங்கே இருக்கிற எல்லா தலைவர்களும் அதை பேசிய காரணத்தினால அதை யாரும் எதிர்க்க முடியவில்லை. எதிர்ப்பவர்கள் யார்? நம்மோடு கூட பட்டியலில் இருக்கிற பறையர்களும் பள்ளர்களும் தான் எதிர்க்கிறார்கள். நம்முடைய வளர்ச்சியை, நம்முடைய முன்னேற்றத்தை தடுப்பவர்கள் யார்? கவுண்டர்களோ, நாய்க்கர்களோ, வன்னியர்களோ, செட்டியார்களோ தடுக்கவில்லை. தடுப்பவர்கள் யார்? அங்கே நம்மோடு அந்த பட்டியலில் இருக்கிற பள்ளர்களும் பறையர்களும் இன்னும் சிலர் தான் தடுக்கிறார்கள். உள்ளிட ஒதுக்கீடு கொடுப்பதற்கு கலைஞர் கருணாநிதி அவர்கள் ஒரு கமிஷன் நியமிச்சார் 2009. ஜஸ்டிஸ் ஜனார்த்தனன் கமிட்டி. அதுல ஒரு கொஸ்டினரி ஃபார்ம், அதுல கேள்வி கேட்கிறாங்க. என்ன கேட்கிறாங்க? தமிழ்நாட்டுல மொத்தம் எத்தனை IPS ஆபீசர்ஸ், அதுல ரிசர்வ்ல வந்தவங்க எத்தனை பேர்? ரிசர்வ்ல வந்தவங்க 132 IPS ஆபீசர்கள். இந்த 132 பேர்ல அருந்ததியர் இருக்கிறாரா? இல்லை. 132 பேரும் பள்ளர் பறையர்கள் தான் ஆக்கிரமித்துக் கொண்டிருக்கிறார்கள். ஆக அதிகாரத்தை நோக்கி அவர்கள் தான் இருந்து கொண்டிருக்கிறார்கள். பள்ளர்கள் கையிலே 20 MLAக்கள் இருக்கிறார்கள், பறையர்கள் கையிலே 20 MLAக்கள் இருக்கிறார்கள். அவர்கள் கையிலே அமைச்சர்களும் பல பேர் இருக்கிறார்கள். கட்சியிலும் இருக்கிறாங்க, தனிப்பட்ட முறையிலும் இருக்கிறாங்க. ஆனா நமக்கு அது இல்லை. ஆக இதையெல்லாம் கவனத்தில் கொண்டுதான் இந்த உச்ச நீதிமன்ற தீர்ப்பு வழங்கப்பட்டிருக்கிறது. இப்ப இந்த உச்ச நீதிமன்ற தீர்ப்பின் அடிப்படையில எல்லா மாநிலங்களும்
புதிதாக ஒரு பட்டியலை ஏற்படுத்தலாம். ஆனால் தமிழ்நாட்டில் இந்த பிரச்சனை வேறு மாதிரியாக இருக்கிறது. நம்முடைய மதிப்புக்குரிய தோழர் ACSS தோழர் ஆறுபுரம் அவர்கள் சொன்னார்கள், தமிழ்நாடு முதலமைச்சரை சந்தித்து பேச வேண்டும். இங்கே வைக்கம் வருகிறார், வருகிற ஜூன் 12ஆம் தேதி வருகிறார், பேச வேண்டும். இந்த பிரச்சனையை பேச வேண்டும். இந்த குறிப்பிட்ட பிரச்சனையை பேசி இது ஒரு தீர்வு காண வேண்டும். தமிழ்நாட்டினுடைய முதலமைச்சர், கேரளாவினுடைய முதலமைச்சர் மரியாதைக்குரிய தோழர் பினராயி விஜயன் அவர்களுடன் பேச வேண்டும். பேசலாமே, ஒன்னும் பிரச்சனை இல்லையே. அங்கே தமிழ்நாட்டுல முதலமைச்சர் இன்னும் நம்மளோடு ஆதித்தமிழர் பேரவையோடு நெருக்கமாக இருக்கிறார், பேச முடியும். நீங்கள் வாருங்கள், ஒரு குழுவோடு வாருங்கள், அவர்களை சந்திக்க வைப்போம், நம்முடைய பிரச்சனைகளை அங்கே பேசுவோம். அவர் கேரளாவுடைய முதலமைச்சருடன் பேசட்டும். அதே போல தமிழ்நாட்டில் இருக்கிற கம்யூனிஸ்ட் கட்சி, மார்க்சிஸ்ட் கம்யூனிஸ்ட் கட்சியினுடைய தலைவர்கள் ஆதித்தமிழர் பேரவையோடு நெருக்கமாக இருக்கிறார்கள். அங்கே இருக்கிற மார்க்சிஸ்ட் கம்யூனிஸ்ட் கட்சியினுடைய ஸ்டேட் செக்ரட்டரி மிஸ்டர் கே பாலகிருஷ்ணன் அவர் நமக்கு ரொம்ப நெருக்கமாக இருக்கார். அவர்கிட்ட சொன்னாலும் இங்க இருக்கிற முதலமைச்சரை சந்திப்பதற்கு ஏற்பாடு செய்யப்படும். ஆக இதையெல்லாம் நாம் செய்து தர முடியும், செய்யலாம். மிக விரைவிலே இந்த பிரச்சனைக்கு தீர்வு காண வேண்டும். இன்னும் ரொம்ப நாளுக்கு இழுக்கக்கூடாது. இன்னும் எத்தனை 10 வருஷத்துக்கு இது இப்படியே இருக்க முடியுமா? முடியாது. ஒரு டைம் பிக்ஸ் பண்ணுங்க. 6 மாத காலத்தில் இந்த பிரச்சனையை தீர்க்க வேண்டும் என்று முடிவு பண்ணுவோம். எதற்காக நீட்டிக்க வேண்டும்? எத்தனை காலத்துக்கு போராடி கொண்டிருக்கிறது? நம்ம குழந்தைகள்லாம் படிச்சு 10th +2 இந்த மாதிரி வந்துட்டு இருக்கும்போது மேல் படிப்புக்கு போக முடியவில்லை, உரிய சான்றிதழ்கள் கிடைக்கவில்லை. ஆக இதற்கு உடனடியாக தீர்வு காண வேண்டும். இது காண முடியும். இதுக்கு தீர்வு உறுதியாக இருக்கிறது. இதற்கு ஆதித்தமிழர் பேரவை எல்லா வகையிலும் உதவி செய்யும், கட்டாயம் உதவி செய்யும். ஏனென்று சொன்னால் இந்த பிரச்சனை நம்முடைய பிரச்சனை. நம்ம இந்தியாவில எங்க இருந்தாலும் சக்கிலியர் தான், அருந்ததியர் தான். மாதிகா இன்னும் தெலுங்கானால மாதிகாவினுடைய சென்சஸ் அதிகம், ஒரு எண்ணிக்கை அதிகம் தெலுங்கானால. ஆனால் மக்கள் தொகை குறைவாக இருக்கக்கூடிய மாலா மக்கள் தான் அங்கே எல்லா பதவிகளையும் கைப்பற்றி வைத்திருக்கிறார். இப்பதான் கர்நாடகா, ஆந்திரா, தெலுங்கானா இங்க எல்லாம் கமிஷன் போட்டிருக்காங்க, 1 man கமிஷன் போட்டிருக்காங்க, 5 பேர் மெம்பர் போட்டிருக்காங்க. எதுக்கு? உச்ச நீதிமன்ற தீர்ப்பின் அடிப்படையில, அந்த தீர்ப்பின் அடிப்படையில் வகைப்படுத்த வேண்டும். என்ன வகைப்படுத்தணும்? இங்கே 64 சாதிகள் இருக்கிறது என்றால் 64 சாதிகளை பொறுத்து சாதிவாரி கணக்கெடுப்பு மீண்டும் இந்த அரசு எடுக்க வேண்டும். கேரளா அரசு எடுக்கணும், தமிழ்நாடு அரசு எடுக்க வேண்டும். அப்படி எடுத்தால் சாதிவாரி கணக்கெடுப்பு வேறு, மக்கள் தொகை சென்சஸ் அது வேறு, ரெண்டுமே வேற வேற. சென்சஸ் என்பது ஒரு ஹெட், ஒரு தலை, அவ்வளவுதான், ஒரு ஆள், அவ்வளவுதான். சாதிவாரி கணக்கெடுப்பது அன்பது அல்ல, அப்படி அல்ல. நீ எங்கே குடியிருக்கிறாய், சேரியிலையா, பொதுவான இடத்துலயா, நீ அரசாங்க வேலைக்கு போறியா, உங்க வீட்டுல அரசாங்க வேலைக்கு போறவங்க இருக்காங்களா, உங்க வீட்டுல எத்தனை பட்டதாரிகள், இல்ல பட்டதாரிகளே இல்லையா, உனக்கு தீண்டாமை இருக்கிறதா இல்லையா, நீ மாட்டுக்கறி சாப்பிடுவாயா இல்லையா, ஏன்னா இதெல்லாம் லிஸ்ட்ல வருது. நீ மாட்டுக்கறி சாப்பிட்டா உனக்கு தீண்டாமை. இங்கேயாவது பொது ஹோட்டல்களை போனா மாட்டுக்கறி கிடைக்குது, இங்க வந்து நான் சாப்பிடுவேன். தமிழ்நாட்டுல மாட்டுக்கறி கிடைக்கவே கிடைக்காது. பொது ஹோட்டல், ஜெனரல் ஹோட்டல்ல மாட்டுக்கறியே கிடையாது. இதுதான் அப்படி ஒரு தீண்டாமை தமிழ்நாட்டில் இருந்து கொண்டிருக்கிறது. ஆக இதெல்லாம் அந்த பட்டியல் அவங்க எடுத்து யார் முன்னேறியவர்கள், யார் பின்தங்கியவர்கள் என்கிற ஒரு பட்டியலை எடுப்பார்கள். அந்த பட்டியல் இங்கே கேரள அரசுல மரியாதைக்குரிய சீஃப் மினிஸ்டர் தோழர் பினராயி விஜயன் அவர்கள் எடுக்கிறதுக்கு ஆணையிட வேண்டும். அப்போ தமிழ்நாட்டிலையும் எடுக்கல, அப்ப 2 முதலமைச்சர்களும் பேசி 2 மாநிலத்திலும் எடுக்க வேண்டும். ஏன்னா சில பேர் என்ன சொல்றாங்கன்னா, இந்த சென்சஸ் எடுக்கிறதுக்கு, இந்த சாதிவாரி கணக்கெடுப்பு எடுப்பதற்கு மாநில அரசுக்கு அதிகாரம் இல்லை என்று சொல்கிறார்கள். அப்படி அதிகாரம் இல்லைன்னா பீகார்ல நிதிஷ்குமார் எப்படி எடுத்தார்? அவர் எடுத்திருக்காரு, சர்வே அவர் எடுத்திருக்காரு. உச்ச நீதிமன்றம் தலையிட்டு நீங்க எடுத்த முறையில சில தவறுகள் இருக்கிறது என்று சொல்லி இருக்கிறதே தவிர
சென்சஸ் எடுப்பதற்கே மாநில அரசுக்கு அதிகாரம் இல்லை என்று அவர்கள் சொல்லவில்லை. ஆக இன்றைக்கு சென்சஸ் முதலில் எடுத்தால் மட்டும்தான் நாம் உடனடியாக நமக்கு சர்டிபிகேட்டும் கிடைக்கும், உடனடியாக இங்க வேலை வாய்ப்பும் கிடைக்கும், அதிகாரத்தில் பங்கும் வேண்டும். நீ வெறுமனே வேலை வாய்ப்பு போய் பயன் இல்லை. இங்க எத்தனை எம்எல்ஏகள் இருக்காங்க, நம்ம எம்எல்ஏ எத்தனை பேர் இருக்காங்கன்னா அங்கேயாவது 3 பேர் இருக்காங்க. எம்ஜிஆர் காலத்துல 5 பேர் இருந்தார்கள் எம்எல்ஏ அருந்ததியர். இப்ப 3 பேர் தான் இருக்காங்க, ஒரு அமைச்சர் இருக்காரு. இது போதுமானது அல்ல. எங்களுக்கு அங்கே 15 எம்எல்ஏக்கள் வேண்டும், 2 எம்பிக்கள் வேண்டும், 100 மேயர்கள் இருக்கிறார்கள். கார்பரேஷன் 100 மேயர்கள். அந்த 100 மேயர்ல எங்களுக்கும் ஒரு 20 மேயர்கள் தேவைப்படுகிறார்கள் வேண்டும். ஆக இதுதான் அதிகார பகைவு. அந்த அதிகாரங்களை நாம் கேட்டு பெற வேண்டும். கேட்டால் இவர்கள் கொடுப்பார்களா என்றால் கொடுக்க மாட்டார்கள். தட்டுங்கள் திறக்கப்படும் என்றால் திறக்குமா கதவு? திறக்கவே திறக்காது. தட்டினா கதவு திறக்காது. அப்ப தட்டினால் கதவு திறக்கவில்லை என்றால் என்ன செய்ய வேண்டும்? திறக்காத கதவை அடித்து நொறுக்கி உள்ள போகும். அதான் வழி. நீங்க வேடிக்கை பார்த்து கொண்டிருந்தால் ஒண்ணுமே நடக்காது. தட்டினால் திறந்து விட்டால் உள்ளே போய் விடலாம். இவன் திறக்க மாட்டேங்கிறானே, என்ன செய்ய முடியும்? அதே போல கிராமங்களில அடிக்கிறான், கொலை செய்கிறான், தீண்டாமை பார்க்கிறார்கள். தமிழ்நாட்டுல நிறைய நடக்குது, ஆணவ கொலைகள் நடக்குது. நாம என்ன சொல்றோம்? நீ ஒண்ணும் பண்ண வேண்டாம், அடிச்சா திருப்பி அடின்னு கூட நம்ம சொல்ல. நாம நம்மை தற்காத்துக் கொள்வதற்காக அவன் வெட்டுகிறான் என்று சொன்னால் நீ உன்னை தற்காத்துக் கொள்வதற்காக சட்டப்படி நீயும் அவனை வெட்டு என்றுதான் சொல்றோம். சும்மா சட்ட ஒழுங்கு பிரச்சனையை ஏற்படுத்துவதற்காக நாங்க சொல்ல வேண்டும். உன்னை தற்காத்துக் கொள்வதற்காக அவன் வெட்டினா நீ வெட்டுன்னு சொல்ற, நீயா போய் வெட்டாத. இதைத்தான் நாம் சொல்லிக் கொண்டிருக்கிறோம். ஆக இந்த விஷயங்களை எல்லாம் தொடர்ந்து சொல்லிக் கொண்டிருந்தாலும் தமிழ்நாட்டில் இருக்கிற சில தலைவர்கள் நமக்கு அருந்ததியர் உள்ளிட ஒதுக்கீட்டுக்கு எதிராக இருக்கிறார்கள், தொடர்ந்து பேசுகிறார்கள். அவர்கள் 50 ஆண்டு காலம் இந்த முழுமையான அதிகாரத்தை அவர்கள் அனுபவித்து விட்டார்கள், இன்றைக்கும் அனுபவித்துக் கொண்டிருக்கிறார்கள். தலைமைச் செயலகத்தில் போய் பார்த்தால் பூரா பள்ளர்கள் பறையர்கள் தான் இருக்கிறார்கள். அருந்ததியர்கள் அங்கே குறைவு. இப்ப கூட இங்க சொல்றேன், இங்க இருக்கிற செக்ரட்டரியேட்ல இங்க கேரளாவில் எத்தனை அருந்ததியர்கள் இருக்கிறார்கள் சொல்லுங்கள் பார்க்கலாம். ஒரே ஒருவர் கூட அதிகாரங்களிலே இல்லை, மேல்மட்ட அதிகாரிகளிலே கேரளாவில் இருக்கிற ஒரு அருந்ததியர் கூட இல்லை. இது உண்மை. இங்க எத்தனை அண்டர் செக்ரட்டரி இருக்கிறாங்க, எத்தனை செக்ரட்டரி இருக்கிறாங்க, எத்தனை ஜாயிண்ட் செக்ரட்டரி இருக்கிறாங்க சொல்லுங்க பார்க்கலாம். நாங்கள் நியாயத்தை கேட்கிறோம், நாங்கள் அநியாயம் செய்ய வரவில்லை, நியாயத்தை கேட்கிறோம். எங்களுக்கு அங்கெல்லாம் வாய்ப்பு கொடுங்க. நாங்க படிச்சு சாதி சர்டிபிகேட் இருந்து படிச்சு மேல வந்தா தானே அங்க போக முடியும். நீ அங்கேயே தடை போட்டு வைத்திருக்கிறாயே. ஆக இதற்கு மிக நீண்ட நாட்களாக இனிமேல் காத்திருக்க முடியாது. மிக விரைவிலேயே 2 முதலமைச்சர்களும் சந்திக்கிற ஏற்பாடுகளை செய்து இந்த சாதி சான்றிதழ் பிரச்சனைக்கு மிக விரைவிலேயே தீர்வு காண்போம் என்று கூறி இதற்கான வேலைகளை நாங்கள் தொடங்கிவிட்டோம். நன்றி, வணக்கம்.